ഇത് നമ്മുടെ ഇന്നലത്തെ ക്ലീനിങ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം ടി വി ഒക്കെ കണ്ട് റെസ്റ്റ് എടുത്തിരുന്നു കേട്ടോ. പിന്നെ ഒരു 2:30 ആയപ്പോൾ ഞങ്ങൾ ഇതാ മേളിലോട്ട് കയറി വന്നു. ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കണം. അത് നമ്മൾ ആദ്യം കണ്ടത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഹാളുണ്ട് കേട്ടോ. ഹാളിലൊരു കട്ടിലുണ്ട്. അതിൽ കിടക്കുന്ന തുണി ഫുള്ള് നമ്മൾ ഇന്ന് രാവിലെ അലക്കി ഉണങ്ങിയ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മടക്കി ഒതുക്കിയെടുത്ത് വെക്കുകയാണ്. അവനവൻ തന്നെ എടുത്തങ്ങ് വെച്ചോളാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണിയൊക്കെ തീർന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ തയ്ച്ചുകൊണ്ട് വന്ന യൂണിഫോമാണിത്. അത് ഞാൻ കൈയോടെ അടുത്ത അലമാരിയിൽ വെക്കുന്നുണ്ട്. പിന്നെ കട്ടിലൊക്കെ ഒന്ന് ഷീറ്റൊക്കെ ഒതുക്കി ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ബിഗ് ഷോപ്പറിൽ പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ടെക്സ്റ്റും നോട്ട്ബുക്കും ഒക്കെയാണ്. ഇനിയിപ്പോൾ അത് പൊതിയണമല്ലോ എന്നോർത്ത് ഞാനത് അവിടെ തന്നെ ഒതുക്കി അങ്ങ് വെക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരുടെ സ്റ്റഡി ടേബിളിൽ കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്കുകളും ടെക്സ്റ്റും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കതെല്ലാം ഒഴിവാക്കാം, പയ്യെ ഒരു ബാഗിലേക്ക് ആക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ. അച്ചൂട്ടനപ്പം പേജുള്ള ബുക്കുകൾ നോക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. കാരണം എഴുതി പഠിക്കാനൊക്കെ എടുക്കാമല്ലോ. ബാക്കി തീർന്ന ബുക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ 2 ബാഗിലാക്കിയിട്ട് ഈ സ്റ്റോർ റൂമിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ മുക്കും മൂലയും എല്ലാം പേപ്പറും ചവറും ഒക്കെ ആയിട്ട് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ആ സ്റ്റോർ റൂം ഞാൻ കൈയോടെ അങ്ങോട്ട് വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ അതെല്ലാം അടുക്കി പെറുക്കി അതങ്ങനെ അങ്ങ് വെച്ചു. ഇനി കട്ടിലും കൂടി ഒന്ന് ശരിയാക്കി എടുത്താൽ മതി കേട്ടോ. കട്ടിൽ വീണ്ടും കിടന്നത് നമ്മൾ പിള്ളേരുടെ പഴയ ബാഗെല്ലാം കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കട്ടിൽ കിടന്നത്. അത് ഞാൻ പയ്യെ അലമാരയിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അവരുടെ ബെഡ്റൂമിലേക്ക് വന്ന് ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചു കേട്ടോ. ഇന്ന് രാവിലെ അവരെ വിളിക്കാനായിട്ട് ഞാൻ കയറി പോയിട്ടുണ്ടായിരുന്നില്ല, തന്നെ എണീറ്റ് വരുമായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഷീറ്റ് വിരിക്കാൻ ഇത്തിരി മടിയാണ്. അതെല്ലാം വലിച്ചു വാരിയതുപോലെ കിടന്നത്. പിന്നെ ഞങ്ങളുടെ റൂം നീറ്റായിട്ടാണ് കേട്ടോ കിടന്നത്. ഇനി ഒന്ന് തൂത്തി വാരിയാൽ മാത്രം മതി. അപ്പം നോക്കിയപ്പോൾ ഉണ്ടടാ നല്ല അടിപൊളി മഴ പെയ്യുന്നു. കുറേ ദിവസങ്ങളായിട്ട് നല്ല കടും ചൂടാണ്. ചൂടിൻ്റെ കാര്യം പിന്നെ ആരോടും പറയണ്ടല്ലോ. ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും ചൂടാണ്. അപ്പോൾ മഴ പെയ്തപ്പം നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ. അത് കണ്ടതും മഴ കാത്ത് വേഴാമ്പലിനെ പോലെ എൻ്റെ 2 മക്കളും ചാടി ഇറങ്ങി തുള്ളി ചാടി കൊളി കഴിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാർട്ടൂൺ കണ്ടോട്ടെ എന്ന് ചോദിച്ച് 2 ആളും കൂടി താഴത്തോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം അവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തുടച്ചെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഇപ്പം സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ തേച്ച് സിന്ദൂരമൊക്കെ തൊട്ട് ഞാൻ പയ്യെ അടുക്കളയിൽ വന്നു. ഒരു കട്ടൻ ചായ ഇട്ടു. ഏത്തപ്പഴം ഉണ്ടായിരുന്നത് നെയ്യിൽ പൊരിച്ച് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈയോടെ കിടന്ന പാത്രങ്ങളും കഴുകി വെച്ചു. അതാകുമ്പോൾ പിന്നെ വൈകിട്ട് ഒത്തിരി പണി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ മക്കൾ കാപ്പി കുടിക്കാനായിട്ടിരുന്നു. കാർട്ടൂണൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ മഴയൊക്കെ തോർന്ന് അന്തരീക്ഷം നല്ല തണുത്ത് നല്ല സുന്ദരമായിട്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ 6 മണിയൊക്കെ ആയപ്പം ഞാൻ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം നാമം ജപിച്ചൊക്കെ ഇരുന്നു കേട്ടോ. ഇനി പ്രത്യേകിച്ച് നമുക്ക് പണിയൊന്നുമില്ല. വൈകിട്ടത്തേക്കൊരു സ്മൂത്തി അടിക്കണം, അത്ര തന്നെ. ഇനി ഏട്ടനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ബൈ.